ശാന്തമായിട്ട് ജീവിതം ഒഴുകാൻ തുടങ്ങി. അതാണ് തെളിഞ്ഞു പ്രേമയമുന വീണ്ടും കഴിഞ്ഞു ബാഷ്പമേഘവർഷം. മുകളിൽ നിന്നുള്ള ബാഷ്പമേഘങ്ങളുടെ വർഷം കഴിഞ്ഞു, പ്രേമയമുന വീണ്ടും തെളിഞ്ഞു. ഇതിൽ ഈ യമുന നദി എടുത്തിരിക്കുന്നതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. യമുന നദി പ്രധാനമായിട്ടും രണ്ട് കണ്ടക്സ്റ്റിലാണ് യമുന നദി എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഒന്നെന്താണ്, ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യമുനയും ശ്രീകൃഷ്ണ ഭഗവാനായിട്ടൊരു ബന്ധമുണ്ട് അല്ലേ. യമുന നദിയോടനുബന്ധിച്ച് ഭഗവാന്റെ കേളി രംഗങ്ങളും പുരാണങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യമുന നദിക്ക് ആ ഒരു പ്രേമത്തിൻ്റേതായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്. അതുകൊണ്ട് കവികൾ പലപ്പോഴും യമുന നദിയെ പ്രേമരംഗങ്ങളായിട്ട് യോജിപ്പിച്ച് കവിത എഴുതും. അപ്പോൾ ഇവിടെ പ്രേമ യമുനയാണ് കലങ്ങി മറിഞ്ഞത്. അതിനുശേഷം വീണ്ടും